പറയുന്നത് പാനൂർ ബോംബ് കേസിൽ പ്രതിയായിരിക്കുന്ന ആള് കെ ശൈലജയുടെ കൂടെ നിൽക്കുന്ന ചിത്രം, ആ ചിത്രം നൗഫൽ കൊട്ടിയം എന്ന് പറയുന്ന ആളുടെ ചിത്രം. ഭയങ്കരം തന്നെ. പാനൂർ ബോംബ് കേസിലെ 3-ാം പ്രതിയായ അമൽ കൃഷ്ണയെ ആണ് ഈ നൗഫൽ കൊട്ടിയം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഫേക്ക് പോസ്റ്റർ ഉണ്ടാക്കി നാട് നീളം പ്രചരിപ്പിച്ചവരാണ് ഇവര്. വേണ്ട വേണ്ട, അതിന്റെ പേരിൽ ഇപ്പൊ കേസെടുത്തിരിക്കുക പോലീസ്. അതിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. എന്റെ വടകര പറയുന്ന എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇടപെട്ടല്ലോ, അതങ്ങ് കൈവച്ചാൽ മതി. പറയാനുള്ളത് സമ്മതിക്കുന്നില്ലെങ്കിൽ നന്നായി പറയാൻ അറിയുന്നവരാ ഞങ്ങള്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടാന്നാ പറഞ്ഞത്. പിന്നെന്ന് വെച്ചാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അദ്ദേഹം ഒരു ക്യാപ്സ്യൂൾ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്ത് ക്യാപ്സ്യൂള്? താങ്കൾ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ക്യാപ്സ്യൂൾ ഞാൻ അമൽ കൃഷ്ണയുടെ അമൽ കൃഷ്ണയുടെ പടമല്ല, ഇത് ആരുടെ പടമാണ്? ആ ബോംബ് സ്ഫോടനത്തിൽ പരിക്ക് പറ്റി ഗുരുതരമായി ആശുപത്രിയിൽ കിടക്കുന്ന ആള്. ആ ചിത്രത്തിൽ സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്ന് ഇന്റർവ്യൂ.